പരിശുദ്ധൻ 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 കർത്താവേ നീ പരിശുദ്ധൻ മിശിഹ കർത്താവേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.
ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 58-ാം അധ്യായത്തിൻ്റെ 7-ാം തിരുവചനമാണ്. നമുക്കറിയാം, ഇപ്പോൾ നോമ്പിൻ്റെയും ഉപവാസത്തിൻ്റെയും നാളുകളിലൂടെ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥമായ ഉപവാസമെന്നാണ് അതിനെക്കുറിച്ച് പറഞ്ഞു വച്ചിരിക്കുക പ്രവാചകൻ. എന്താണ് യഥാർത്ഥമായിട്ടുള്ള ഉപവാസം? നമുക്കറിയാം, നമുക്കിഷ്ടപ്പെട്ട ചില ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ വേണ്ട എന്ന് വയ്ക്കും. ചില വിനോദങ്ങളൊക്കെ നമ്മൾ ഉപേക്ഷിക്കും. ചില ജീവിത രീതികളൊക്കെ കുറച്ചു കാലത്തേക്ക് മാറ്റിവെക്കും. എന്നിട്ട് ശരീരത്തെ കർശനമായിട്ട് നിയന്ത്രിച്ച് കീഴടക്കും. ഈ ഒരു പ്രക്രിയ നമ്മൾ എല്ലാ വർഷവും ചെയ്യുന്ന കാര്യമാണ്. എന്തിനാണ് നമ്മളിത് ചെയ്യുന്നത്? നമ്മുടെ ശരീരത്തിൻ്റെ പ്രവണതകളെ അമർത്തിക്കളഞ്ഞിട്ട് ആത്മാവിന് വളരാൻ, ദൈവകൃപ കൊണ്ട് ശക്തിപ്പെടാനായിട്ടുള്ള ഒരവസരമായി കണ്ട് അതിലേക്ക് നമ്മൾ പോവുകയാണ്. അതിനുള്ളൊരു തുടക്കമെന്നോണം നമ്മൾ അഭ്യസിക്കുന്ന ഒരു രീതിയാണ് നമ്മുടെ ഈ വിധത്തിലുള്ള ഉപവാസമെന്ന് പറയുന്നത്. അതിലൂടെ നമ്മൾ അതിൻ്റെ പൂർണ്ണതയിലേക്കും ലക്ഷ്യത്തിലേക്കും എത്തണം. ഇതിൻ്റെ യഥാർത്ഥ സത്യം തിരിച്ചറിയണം. ദൈവം ആഗ്രഹിക്കുന്ന ഉപവാസം എന്താണെന്നുള്ള ഒരു തിരിച്ചറിവ് ഉണ്ടാവണം. അത് പ്രവാചകൻ ഓർമ്മിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: വിശക്കുന്നവനുമായി ആഹാരം പങ്കുവയ്ക്കുന്നതും, നഗ്നനെ ഉടുപ്പിക്കുന്നതും, ഭവനരഹിതനായി വീട്ടിൽ സ്വീകരിക്കുന്നതും, സ്വന്തക്കാരിൽ നിന്ന് ഒഴിഞ്ഞു മാറാതിരിക്കുകയും ചെയ്യുന്നതല്ലേ അത്. ദൈവം ആഗ്രഹിക്കുന്ന ഒരു ഉപവാസത്തെക്കുറിച്ച് പ്രവാചകൻ പറഞ്ഞു വെക്കുകയാണ്. വിശക്കുന്നവനുമായിട്ട് ആഹാരം പങ്കിടണം. നമുക്കറിയാം, മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരത്യാവശ്യമാണ് അവൻ്റെ വിശപ്പിനുള്ള കാര്യങ്ങൾ കിട്ടുക എന്നത്. ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്കിങ്ങനെയുള്ള വിശപ്പൊന്നും ഇപ്പോൾ ഇല്ല. കാരണം ഇഷ്ടംപോലെ സമൃദ്ധിയുണ്ട്, ഭക്ഷണങ്ങളുണ്ട്. അതുകൊണ്ട് അതിൻ്റെ പേരിലൊരു അസ്വസ്ഥതയൊന്നുമില്ല. പക്ഷേ ലോകത്ത് പലയിടത്തും ഒരുപാട് പട്ടിണിയും ദാരിദ്ര്യമൊക്കെ ഉണ്ട്. നമുക്ക് ചുറ്റും ഒരു പക്ഷേ കണ്ണോടിച്ചാൽ കണ്ടെന്ന് വരത്തില്ല. അകലേക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് പറ്റും, ലോകത്തിൻ്റെ പല സ്ഥലങ്ങളിലും പല രാജ്യങ്ങളിലും മനുഷ്യൻ പട്ടിണി കൊണ്ട് മരിക്കുന്നുണ്ട്. സൊമാലിയ പോലെയുള്ള രാജ്യങ്ങളൊക്കെ അതിന് ഉദാഹരണമാണ്. അപ്പോൾ അങ്ങനെ ഒരുപാട് വിശപ്പനുഭവിക്കുന്ന ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. ഒരിക്കൽ ഒരു ധ്യാന കേന്ദ്രത്തിൽ ധ്യാന ശുശ്രൂഷയിലായിരിക്കുമ്പോൾ അവിടെ ധ്യാനം കൂടാൻ വേണ്ടി ഒരു 18-15 വയസ്സായിട്ടുള്ള പിള്ളേർ കടന്നു വരിക. അപ്പോൾ ഈ കുഞ്ഞുങ്ങൾ, അവർക്ക് അവിടുത്തെ സാഹചര്യങ്ങളൊന്നും ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. നല്ല വെള്ളമില്ല, നല്ല ഭക്ഷണമില്ല. വീട്ടിലാണ് ഞങ്ങൾ വളരെ സമൃദ്ധിയോടെ കഴിയുന്നു. AC ഉണ്ട്, നല്ല കട്ടിലുണ്ട്, നല്ല ഭക്ഷണമുണ്ട്, നല്ല വെള്ളമുണ്ട്. ഇവരിങ്ങനെ പരാതികൾ നിരത്തുകയാണ്. ഒരു ദിവസം കഴിഞ്ഞു, 2 ദിവസം കഴിഞ്ഞു. ഒരു തരത്തിലും അവർക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. അതിൽ 2-3 ആൺകുട്ടികളുണ്ട്. അവർ പ്രശ്നമൊന്നും ഉണ്ടാക്കുന്നില്ല. അവരവിടെ ഉള്ള സാഹചര്യങ്ങളുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കടന്നു പോവുക. ഒരു 3 പെൺകുഞ്ഞുങ്ങൾക്കാണ് ഇത് സാധ്യമല്ലാത്തത്. അവർക്കിത് പറ്റത്തില്ല. അവർ വളരെ പ്രശ്നമുണ്ടാക്കി ബഹുമാനപ്പെട്ട അച്ഛൻ്റെ അടുത്ത് എന്ന് പറഞ്ഞു, ഞങ്ങൾക്കിത് പറ്റില്ല, ഞങ്ങൾക്ക് വീട്ടിൽ പോകണം. മാതാപിതാക്കളെ വിളിച്ചു വരുത്തി അവരോടുകൂടി അച്ഛൻ അവരെ പറഞ്ഞയക്കുക. എന്നിട്ട് അച്ഛൻ പറഞ്ഞു, നമുക്ക് ചുറ്റും ഒരുപാട് മനുഷ്യൻ ഒരു നേരത്തെ വിശപ്പടക്കാൻ വേണ്ടി വിഷമിക്കുന്നവരുണ്ട്. ഇതൊക്കെ നമുക്കൊന്ന് കാണുന്നതും കുഞ്ഞുങ്ങളെ ഒന്ന് ബോധ്യപ്പെടുത്തുന്നതും നല്ലതായിരിക്കുമെന്ന് പറഞ്ഞ് അച്ഛൻ അവരെ പറഞ്ഞയക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, വിശപ്പിൻ്റെ വില തിരിച്ചറിയാൻ കഴിയാത്ത ഒരു തലമുറയിലാണ് നമ്മളിന്ന് കഴിയുക. ഒരിക്കലും മലബാറിലുള്ള ഒരു ധ്യാന കേന്ദ്രത്തിൽ ഒരു ധ്യാന ശുശ്രൂഷ ചെയ്യാനായിട്ട് ഞാൻ ചെന്നപ്പോൾ, ഇവിടെ ഒരു കോൺവെൻറ്റിലാണ് ഞങ്ങൾ താമസിക്കുക. ഒരു 10-600ഓളം
ഓർഫനായിട്ടുള്ള കുഞ്ഞുങ്ങൾ അവിടെ ജീവിക്കുന്നുണ്ട്. രാവിലെ ഞങ്ങൾ നോക്കിയപ്പോൾ അവർ കഴിക്കുന്ന പാത്രം, അതിനകത്ത് ഈ ചാക്കരിച്ചോറും കടലക്കറിയുമാണ്. അവരത് വലിയ ആർത്തിയോടെ, സന്തോഷത്തോടെ, സംതൃപ്തിയോടെ കഴിക്കുകയാണ്. ഉച്ചയ്ക്കും അവർക്കത് തന്നെയാണ്, വൈകിട്ടും അത് തന്നെയാണ്. അതുതന്നെ ഉണ്ടാക്കി കൊടുക്കാനായിട്ട് ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് വിഷമിക്കുകയാണ്. അപ്പോൾ ഞാനിതെല്ലാം കണ്ടിട്ട് ചിന്തിച്ചു, നമ്മുടെ ഈ നാട്ടിലുള്ള കുഞ്ഞുങ്ങളൊക്കെ എന്ത് സമൃദ്ധിയിലാണ് കഴിയുന്നത്. അവർക്ക് രാവിലെ ഉണ്ടാക്കുന്നത് ഉച്ചയ്ക്ക് വേണ്ട, ഉച്ചയ്ക്ക് കഴിക്കുന്നത് വൈകുന്നേരവും വേണ്ട, എപ്പോഴും പുതിയത് വേണം, ചൂടുള്ളത് വേണം. നോക്ക്, വിശപ്പിൻ്റെ വില അറിയാത്തവർ. പ്രിയപ്പെട്ടവരെ, കർത്താവ് പറയുന്നു, വിശക്കുന്നവനായി ആഹാരം പങ്കിടുന്നതും നഗ്നനെ ഉടുപ്പിക്കുന്നതും ഭവനരഹിതനെ വീട്ടിൽ സ്വീകരിക്കുന്നതും സ്വന്തക്കാരിൽ നിന്ന് ഒഴിഞ്ഞു മാറാതിരിക്കുകയും ചെയ്യുന്നതാണ് ദൈവം ആഗ്രഹിക്കുന്ന ഉപവാസമെന്ന്. പ്രിയപ്പെട്ടവരെ, ഈ ഒരു വിശപ്പ് മാത്രമല്ല കേട്ടോ, മനുഷ്യന് ശാരീരികമായിട്ടുള്ള വിശപ്പല്ല, മറിച്ച് അവൻ്റെ ആത്മാവിനും വലിയ വിശപ്പുണ്ടെന്ന് തിരിച്ചറിയണം. അതിനെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അവൻ്റെ ആത്മീയമായിട്ടുള്ള വിശപ്പ് അകറ്റുന്നില്ലെങ്കിൽ അവൻ ഈ ലോകത്തിലൂടെ കടന്നുപോയി പല വിധത്തിലുള്ള ദുഷിച്ച പ്രവണതകളിലും പെട്ട് നശിച്ചു പോകും. ആത്മാവ് തകർന്നടിയും. അത് തിരിച്ചറിയാതെയുള്ള യാത്രയാണ് അവൻ്റേത്. ആത്മീയ വിശപ്പ് ദൈവസ്നേഹം കൊണ്ട് നിറയാൻ, ദൈവകൃപ കൊണ്ട് നിറയാൻ, ദൈവത്തിൻ്റെ ആത്മാവ് ശക്തി പ്രാപിക്കാൻ വെമ്പൽ കൊള്ളുകയാണ് ശരീരത്തിനുള്ളിൽ. ഇത് തിരിച്ചറിയാതെ അവൻ മറ്റു പല വഴിയിലൂടെയും നടന്നു നീങ്ങും. സംതൃപ്തിപ്പെടുത്താൻ വേണ്ടിയുള്ള ശ്രമം അവൻ തുടരുകയാണ്. പക്ഷേ ആത്മാവ് സംതൃപ്തിപ്പെടുന്നില്ല. അതിന് കിട്ടേണ്ടുന്ന ദൈവവചനമോ ദൈവികമായിട്ടുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ കൂദാശകളോ ഇതൊക്കെ സ്വീകരിച്ച് വേണം ആത്മാവിൻ്റെ വിശപ്പിനെ അകറ്റാൻ. ഇതിനെക്കുറിച്ച് അറിവില്ലാതെ ആത്മീയ വിശപ്പുമായിട്ട് ഒരുപാട് പേര് നടക്കുന്നുണ്ട്. അവരുടെ വിശപ്പ് കൂടി അകറ്റണമെന്നതാണ് ദൈവം ഇവിടെ ആഗ്രഹിക്കുക. പ്രിയപ്പെട്ടവരെ, നമ്മൾ കാണുന്നുണ്ട് നഗ്നത. ആരാണ് നഗ്നർ? നമുക്കറിയാവുന്ന വസ്ത്രമില്ലാത്തവരായിട്ട് ആരുമില്ല. എത്രയോ ജോഡി വസ്ത്രങ്ങളാണ് നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്നത്. അലമാരിയിൽ അടുക്കി വെച്ചിരിക്കുക. ഒരിക്കലും ഉപയോഗിക്കാത്തതും എന്തേലും ഇരിക്കുന്നു ഓരോ കുടുംബങ്ങളിൽ. വ്യക്തിപരമായിട്ട് എനിക്കറിയാം, ഒരു ടീച്ചറിൻ്റെ ഭവനത്തിൽ ഒരു അലമാരി നിറയെ സാരി ഇരിക്കുക. 365 ദിവസവും എടുത്താലും തീരാത്ത വിധത്തിൽ. കണ്ടോ? അപ്പോൾ ആരാണ് നഗ്നർ എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ കൃപ നഷ്ടപ്പെട്ടവർ. ദൈവത്തിൻ്റെ കൃപ നഷ്ടപ്പെട്ടവരാണ് ഈ നഗ്നർ എന്ന് പറയുക. ആ കൃപയിലേക്ക് തിരിച്ചു വരാൻ നമ്മൾ സഹായിച്ചാൽ അവനെ ഉടുപ്പിക്കുന്നതിന് തുല്യമാണ്. ഇവിടെ നമ്മൾ കാണുന്നു ഭവനരഹിതർ. ആരാണ് ഭവനരഹിതർ? ആർക്കാണ് ഭവനമില്ലാത്തത്? നമുക്കറിയാം, നമുക്ക് ചുറ്റും നോക്കുമ്പോൾ നല്ല വീടുകളുണ്ട് എല്ലാവർക്കും. ഈ ഒരു പക്ഷേ ഒരു ടാർപോളിനെങ്കിലും കെട്ടി മഴ നനയാതെ കിടക്കാനായിട്ടുള്ള സാഹചര്യമുണ്ട്. എന്നാൽ ഭവനരഹിതർ എന്ന് ദൈവം ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഹൃദയത്തിൽ നിന്നും അകറ്റപ്പെട്ടവരെയാണ്. ഈശോ വസിക്കുന്ന ഈ ഭവനത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടവരെയാണ്. പലവിധ കാരണങ്ങളാൽ നാം അനേകരെ പുറത്താക്കിയിട്ടുണ്ട്. സ്നേഹവലയത്തിൽ നിന്ന് അവരെ ഒഴിവാക്കി നിർത്തുന്നു. അവരെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കണമെന്നതാണ് ദൈവം പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ആ ഒരു ചിന്തയോടെ ഭവനരഹിതരെ അല്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തിലേക്ക് അവരെ ചേർത്ത് വയ്ക്കാനായിട്ട് നമുക്ക് സാധിച്ചാൽ ഈ നോമ്പ് ഉപവാസവുമൊക്കെ അർത്ഥമുള്ളതായി തീരും. വീണ്ടും നമ്മൾ കാണുന്നു, സ്വന്തക്കാരിൽ നിന്ന് ഒഴിഞ്ഞു മാറാതിരിക്കുക. നമ്മുടെ സഹായം, നമ്മുടെ സാന്നിധ്യം, ഒരാശ്വാസം ആർക്ക് ആവശ്യമുണ്ടോ അവരാണ് നമ്മുടെ സ്വന്തക്കാരെന്ന് പറയുന്നത്. നമ്മുടെ കൂടെ പിറന്നവരും നമ്മുടെ കുടുംബത്തിൽപ്പെട്ടവരും മാത്രമല്ല. നമുക്ക് ചുറ്റും നോക്കുമ്പോൾ നമ്മുടെ ഒരു ചെറിയ സ്നേഹത്തോടെയുള്ള നോട്ടം, ഒരു ചിരി അല്ലെങ്കിൽ ഒരു ചെറിയ സഹായം, അതിൽ നിന്ന് നമ്മൾ പലപ്പോഴും ഒഴിഞ്ഞു മാറും. ഇവനൊരു ശല്യമായി തീരാൻ സാധ്യതയുണ്ട് എന്ന് കണ്ട് പലപ്പോഴും നമ്മൾ ഒഴിഞ്ഞു മാറുന്ന ഒരു രീതി, അത് ഉപവാസത്തിന് ചേർന്ന രീതിയല്ല. അവരിൽ നിന്ന് ഒഴിഞ്ഞു മാറരുത് എന്നാണ് കർത്താവ് ഓർമ്മിപ്പിക്കുക. പ്രിയപ്പെട്ടവരെ, നമുക്ക് നമ്മുടെ ഈ ഉപവാസം ദൈവം ആഗ്രഹിക്കുന്നത് പോലെ തിരുവചനാധിഷ്ഠിതമായിട്ടുകൂടി ഒന്ന് ധ്യാന വിഷയമാക്കിക്കൊണ്ട് ഏറ്റവും നല്ല ഒരു ഉപവാസ ദിനമാക്കി മാറ്റി അത് ജീവിതത്തിൽ
മരണം വരെ തുടരുന്ന ഒരനുഭവത്തിലേക്ക് നമുക്ക് വളർത്താം. അതിനുള്ള കൃപ ദൈവം നമുക്ക് തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.
സ്വീകരിക്കൂ, ജീവിതത്തിൽ നാഥനായി യേശുവിനെ സ്വീകരിക്കൂ. ദൈവത്തിൻ്റെ കുഞ്ഞല്ലേ നീ, സങ്കടത്താൽ വാടിയിടല്ലേ. സഹനങ്ങൾ കൃപകളാക്കാൻ യേശുവിൻ്റെ ക്രൂശിൽ നൽകൂ. പരമകാരുണ്യവാനും സ്നേഹസമ്പന്നനുമായ നല്ല ദൈവമേ, ഈ നിമിഷങ്ങളുടെ തിരുസന്നിധിയിലായിരുന്നു കൊണ്ട് ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഞങ്ങളോട് ഓരോരുത്തരോടുമുള്ള അവാച്യമായ സ്നേഹത്തെ പ്രതി തിരുവോസ്തിരൂപനായി ദിവ്യകാരുണ്യമായി ഈ ദിവ്യ സക്രാരിയിൽ, ഈ ദിവ്യ അരുളിക്കായിൽ എഴുന്നള്ളിയിരിക്കുന്ന ഓ ദിവ്യനാഥ, സർവ സൃഷ്ടിജാലങ്ങളോടും ചേർന്ന് സകല വൃന്ദമാലാഹമാരോടും ചേർന്ന് അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഈശോ, ഈ ആധുനിക യുഗത്തിൽ ഞങ്ങൾ ജീവിക്കുമ്പോൾ ഒത്തിരിയേറെ പ്രതിസന്ധികളിലൂടെ, പ്രതിബന്ധങ്ങളിലൂടെ, തടസ്സങ്ങളിലൂടെയൊക്കെ കടന്നു പോകേണ്ടതായിട്ട് ഞങ്ങൾക്കുണ്ട്. അവിടെയെല്ലാം അങ്ങയുടെ സഹായവും അങ്ങയിലുള്ള ആശ്രയവും ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് അങ്ങയോട് അടുത്ത് ജീവിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്ന് തിരുമുമ്പിൽ ഞങ്ങൾ ഏറ്റുപറയുകയാണ്. സാങ്കേതികവും സാമ്പത്തികവും ശാസ്ത്രീയവുമായി ഉയരങ്ങളിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്ന ഈ ആധുനിക യുഗത്തിൽ എവിടെയോ ഒരു ശൂന്യത തളം കെട്ടി നിൽക്കുന്നു. എവിടെയോ ഒരു വലിയ ഇരുട്ട് പരന്നിരിക്കുന്നു. പകരം വയ്ക്കാനാവാത്ത എന്തോ ഒന്ന് നഷ്ടപ്പെട്ടിരിക്കുന്നു. അതാണ് സഹോദരനെ തങ്ങളെക്കാൾ ശ്രേഷ്ഠരായി കാണാനുള്ള കണ്ണിൻ്റെ അന്ധത. ഈ വിടവ് നികത്താൻ ആർക്ക് കഴിയും? ദൈവം തൻ്റെ രൂപഭാവത്തെ മെനഞ്ഞെടുത്ത് മണ്ണിലേക്ക് വിട്ട അപരനെ സ്നേഹബഹുമാനാദരവോടെ പരിഗണിക്കാൻ പറ്റാത്ത കാലവ്യതിയാനങ്ങൾ എല്ലായിടത്തും ഉയർന്നുകൊണ്ടിരിക്കുകയല്ലേ? എന്നാൽ സൃഷ്ടാവായ ദൈവം സ്വയം ചെറുതായി നമ്മെ തൻ്റെ ഏകപുത്രനെ നൽകി സ്നേഹിച്ചതും രക്ഷകനായ ഈശോ മിശിഹ തിരുവോസ്തിയോളം ചെറുതായി സ്നേഹിച്ചു കൂടെ വസിക്കുന്നതും പരിശുദ്ധ മറിയം അപമാനം വകവയ്ക്കാതെ രക്ഷകനെ പിറക്കാൻ തൻ്റെ ഉദരം നൽകി ദൈവഹിതത്തിന് വിധേയപ്പെട്ടതും നമ്മുടെ അന്ധത നിറഞ്ഞ ഹൃദയത്തിൻ്റെ ഭാഷയ്ക്ക് അഗ്രാഹ്യമാണ്. ഈ ലോകത്തിലെ ക്രമീകരണങ്ങൾ നമ്മുടെ സുഖത്തിനു വേണ്ടി മാത്രമുള്ളതല്ല, പ്രധാനമായും പഠനത്തിനും പരിശീലനത്തിനും വളർത്തലിനും വളർച്ചയ്ക്കും പുരോഗതിക്കും അഭ്യുന്നതിക്കും വേണ്ടിയുള്ളതാണ്. അതുകൊണ്ട് ഊർജം ഉൽപ്പാദിപ്പിച്ചേ പറ്റൂ. ഈ ഊർജം ലഭിക്കുന്നത് ഒന്ന് ഇല്ലായ്മപ്പെട്ടുകൊണ്ട് തന്നെയാണ്. എന്നാൽ ഇത് മറ്റൊന്ന് ഉയർത്തെഴുന്നേൽക്കാൻ കാരണമാകേണ്ടിയിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഒരുവൻ ചെറുതാകുമ്പോഴാണ് അപരൻ വളരുന്നത്. അതുകൊണ്ട് ലോകത്തമ്പുരാൻ ക്രമപ്പെടുത്തിയിരിക്കുന്നതൊന്നും അവിചാരിതമായിട്ടല്ല, എല്ലാം പ്രത്യേകമായ ലക്ഷ്യബോധത്തോടെയാണ്. സഹോദരൻ്റെ വളർച്ച എൻ്റെ തന്നെ വളർച്ചയായി കാണാൻ കഴിഞ്ഞാൽ ഇന്ന് ലോകത്തെ വിഴുങ്ങിക്കൊണ്ടിരിക്കുന്ന അഹങ്കാരമെന്ന കിരാത സർപ്പത്തെ വെട്ടിവീഴ്ത്താനാവും. ഇവിടെയാണ് സ്നാപക യോഹന്നാൻ്റെ വചനത്തിൻ്റെ പ്രസക്തി. അവൻ വളരുകയും ഞാൻ കുറയുകയും വേണം. ഈശോയ്ക്ക് വേണ്ടി വഴിയൊരുക്കി മനുഷ്യഹൃദയങ്ങളിലെ കുന്നും കുടിയും നിരത്തി നിരപ്പായ ഒരു പാത രൂപപ്പെടുത്തിയതിനു ശേഷം വഴിമാറി നിൽക്കുന്ന സ്നാപക യോഹന്നാൻ്റെ സ്വയാവബോധത്തെയാണ് ഇത് ചൂണ്ടിക്കാണിക്കുന്നത്. എന്നിലെ ഞാനല്ല, എന്നിൽ വസിക്കുന്ന ദൈവമാണ് വളരേണ്ടതെന്ന് ഇതിൽ നിന്ന് വ്യക്തമാകുകയാണ്. എന്നാൽ എന്നിലെ അവൻ ഇല്ലെങ്കിൽ ഞാനില്ല എന്ന ബോധത്തിലേക്ക് നമ്മളെ നയിക്കണമേ എന്ന് ദിവ്യകാരുണ്യനാഥനോട് നമുക്ക് പ്രാർത്ഥിക്കാം. അതിമനോഹരമായ ഈ പ്രപഞ്ചത്തിലേക്ക് നോക്കിയാൽ ചില യാഥാർത്ഥ്യങ്ങൾ പ്രകടമാണ്. ഒന്ന് മറ്റൊന്നിനു വേണ്ടി നിലകൊള്ളുന്നു. പ്രകൃതിയുടെ സന്തുലിത അവസ്ഥ നിലനിർത്താൻ വേണ്ടി ഇത്തരം പ്രതിഭാസത്തെ ക്രമപ്പെടുത്തിയിരിക്കുന്നു. ഈ തത്വം മനുഷ്യ ജീവിതത്തിലും അനിവാര്യമാണ്.
മൃഗങ്ങൾക്ക് വേണ്ടി മനുഷ്യർക്ക് വേണ്ടി ആഹാരം പാകം ചെയ്യുന്ന സസ്യലതാദികളും മനുഷ്യന് ആഹാരമായി തീരുന്ന പക്ഷി മൃഗാദികളുമെല്ലാം കൊണ്ടും കൊടുത്തും ജീവിക്കേണ്ടതിൻ്റെ പ്രാധാന്യത്തെ ചൂണ്ടിക്കാണിക്കുന്ന പ്രകൃതിയുടെ പ്രതിഭാസത്തിന് മകുടുദാഹരണങ്ങളാണ്. അതിനാൽ മനുഷ്യ മക്കളും അപരന് വേണ്ടി സ്വയം വ്യയം ചെയ്ത് ജീവിക്കുമ്പോൾ അവൻ അവൻ്റെ കടമ നിർവഹിക്കുന്നു. ഏതൊരു കൊടുക്കലിനും ഒരു കിട്ടലുണ്ട്, ഏതൊരു കിട്ടലിലും ഒരു കൊടുക്കലുമുണ്ട്. പ്രപഞ്ചവും അതിൻ്റെ നിയമവും ഗാഢമായി നിദ്ര പ്രാപിച്ച സങ്കീർത്തകൻ ഏറ്റുചൊല്ലുന്നു: ആകാശവും ഭൂമിയും ദൈവത്തിൻ്റെ മഹത്വം പ്രഘോഷിക്കുന്നു. എന്നാൽ ദൈവഹിതം സ്വീകരിക്കുന്നതിൽ നിന്നും സഹോദരനെ സ്നേഹിക്കുന്നതിൽ നിന്നും നമ്മെ പിന്തിരിപ്പിക്കുന്ന ഒരു വലിയ പാപമാണ് അസൂയ. ഇതിൽ നിന്നും മറ്റനവധി പാപങ്ങൾ പൊട്ടിമുളയ്ക്കുന്നു. സ്വാർത്ഥത, വെറുപ്പ്, വിദ്വേഷം, കോപം, ആസക്തികൾ, അലസത എന്നിവയെല്ലാം ഇത് മനുഷ്യനെ അവനല്ലാതാക്കി തീർക്കുകയാണ്. ഒരു മനുഷ്യന് മാത്രമേ ചെറുതാകാനും മറ്റുള്ളവരെ വളർത്താനും സഹായിക്കാനും പ്രോത്സാഹിപ്പിക്കാനും ശ്രേഷ്ഠരായി കരുതാനും സാധിക്കൂ. എന്നാൽ അന്യനെ കാരണമില്ലാതെ മ്ലേച്ഛമായി വിമർശിക്കാനും കുറ്റപ്പെടുത്താനും അധികാരം തട്ടിയെടുത്ത് ഒറ്റപ്പെടുത്താനും തന്നോട് ചേരാത്തവനെ വാളുകൊണ്ടും വടികൊണ്ടും വകവരുത്താനും ശ്രമിക്കുന്ന ഒരു സമൂഹം നമ്മുടെ മുമ്പിൽ കരമുയർത്തി നിൽക്കുകയാണ് സഹോദരങ്ങളെ. തന്നേക്കാൾ ആരെങ്കിലും മെച്ചമായി കണ്ടാൽ ന്യായീകരിച്ച് നാമാവശേഷമാക്കി ഒരിക്കലും ഉയർത്തെഴുന്നേൽക്കാൻ പറ്റാത്ത വിധം നിലംപതിപ്പിക്കുന്നു. സഹോദരൻ്റെ രക്തം ആദ്യമായി ഭൂമിയിലൊഴുക്കിയ കായലിനെ പോലെ നാമും ആക്രോശിക്കുന്നു. ഞാൻ എൻ്റെ സഹോദരൻ്റെ കാവൽക്കാരനാണോ എന്ന് ഓർക്കുക. എല്ലാറ്റിനും ഒരിക്കൽ ഉത്തരം കൊടുത്തേ പറ്റൂ. മനുഷ്യൻ്റെ മഹത്വം വിശുദ്ധിയും തിരിച്ചറിയണമെങ്കിൽ ആഴങ്ങളിലേക്ക് നീക്കി നമ്മുടെ മനസ്സിൻ്റെ സർഗാത്മക ശക്തിയാകുന്ന വല വീശണം. ഓരോ മാർബിൾ കഷ്ണത്തിലും ഒരു മാലാഖ മറഞ്ഞിരിപ്പുണ്ട് എന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞാൽ ഒരുവന് മറ്റുള്ളവരെ വളർത്താൻ കഴിയും. എൻ്റെ സഹോദരനിൽ എന്നേക്കാൾ സാധ്യതകൾ നിക്ഷേപിച്ചിട്ടുണ്ടെന്നും എൻ്റെ ഒരു ചെറിയ താങ്ങ് കൊടുത്താൽ അവൻ കുതിച്ചുയർന്ന ബലം ചൂടി സമൂഹത്തിന് മുതൽക്കൂട്ടാകുമെന്നും കണ്ടാൽ അത് മഹത്തരമായിരിക്കും. ഒരു കുഞ്ഞിനെ ത്യാഗം സഹിച്ച് ജന്മം കൊടുത്ത് വളർത്തി വലുതാക്കുന്ന അമ്മയെപ്പോലെ ഞാൻ എന്നെ ചെലവഴിച്ചാൽ ആ ശാരീരിക മാനസിക ആധ്യാത്മിക ഊർജത്തിൻ്റെ 10 മടങ്ങ് അവനിലൂടെ എനിക്കും എൻ്റെ ഇന്നത്തെ സമൂഹത്തിനും വരും തലമുറയ്ക്കും ലഭിക്കുമെന്ന് ചിന്തിച്ചാൽ നാം അല്പം ചെറുതാകാൻ തയ്യാറാകും. നമ്മുടെ നിസ്സാരമായ കഴിവുകളിൽ അഹങ്കരിക്കാതെ കൂട്ടായ്മയിൽ അത് ചേർത്ത് വെച്ചാൽ അനേകർക്കത് അത്താണിയായി മാറും. ഇതുപോലെ തന്നെ ഒരുവൻ അല്പം ചെറുതാകുമ്പോൾ സ്വയം വലുതാകുന്നു. എൻ്റെ സ്വാർത്ഥതയും അസൂയയും വെടിഞ്ഞ് കാര്യങ്ങളെ യഥാർത്ഥമായി നോക്കിക്കാണുമ്പോൾ സ്വയം അംഗീകരിക്കാനും തിരുത്താനും അവരെ പ്രോത്സാഹിപ്പിക്കാനും അവരുടെ നന്മകളെ കാണാനുമുള്ള ഉൾക്കാഴ്ച ലഭിക്കുന്നു. അങ്ങനെ അപരനെ വിലമതിച്ചുകൊണ്ട് പുതിയ മേച്ചുസ്ഥലങ്ങൾ ഒരുമിച്ച് കണ്ടെത്തി വളർത്താനും സാധിക്കുന്നു. എന്നാൽ എന്നിൽ നിന്നും ഈ വിട്ടുകൊടുക്കലിൻ്റെ ശക്തി ആദ്യം കൊടുത്ത് അല്പം താഴാൻ കഴിയുമ്പോൾ അപരന് മുന്നിൽ ശ്രേഷ്ഠരായി നാം മാറുന്നു. അതിലുപരി എൻ്റെ ഹൃദയവിശാലത ഇരട്ടിയായി കൂടുതൽ മക്കൾക്ക് ഇടം കൊടുക്കാൻ തയ്യാറാകുന്നു. നമ്മുടെ ശാരീരിക മാനസിക ആധ്യാത്മിക തലങ്ങളിൽ ഒരുവൻ സഹിച്ചാൽ അല്ലെങ്കിൽ ചെറുതായാൽ ദൈവം നമ്മുടെ കടക്കാരനായി മാറുന്നു. മറിച്ച് ദൈവത്തിൽ നിന്നും അനുഗ്രഹങ്ങൾ സ്വീകരിച്ചാൽ നാം അവിടുത്തോട് കടപ്പെടുന്നു. എന്നിലെ ചെറുതാകൽ അപരനിലെ വളർച്ചയാണെന്ന് മനസ്സിലാക്കി സ്വയം ചെറുതാകാൻ, സ്വയം ഇല്ലാതാകാൻ, മണ്ണിൽ വീണടിയാൻ, അപരൻ്റെ വളർച്ചയ്ക്ക് വളമാകാൻ ദിവ്യകാരുണ്യനാഥ അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കണമേ, കൃപ നൽകണമേ. ചെറുതാകലിലുള്ള വലിപ്പം സ്നാപക യോഹന്നാൻ തൻ്റെ ജീവിതം കൊണ്ട് തെളിയിച്ചു. സ്ത്രീകളിൽ നിന്ന് ജനിച്ചവർ യോഹന്നാനേക്കാൾ വലിയവനില്ലെന്ന് ഈശോ തന്നെ ഉദ്ഘോഷിച്ചു.
ഈശോയ്ക്ക് വേണ്ടി വഴിമാറിയതിൻ്റെ പ്രതിഫലം വിലമതിക്കാനാവാത്ത ഒന്നാണെന്ന് ഈ സംഭവം സാക്ഷ്യം നൽകുകയാണ്. അതിനാൽ ഈശോയുടെ മക്കൾക്ക് വേണ്ടി നാം വഴിമാറുമ്പോൾ നാം സ്വർഗരാജ്യത്തിൽ വലിയവരായിത്തീരുന്നു. വാക്കിലും പ്രവൃത്തിയിലും ചിന്തയിലും സത്യസന്ധത പുലർത്തിക്കൊണ്ട് നിസ്വാർത്ഥതയും ധാർമ്മികതയും ആത്മനിയന്ത്രണവും പക്വമായ പെരുമാറ്റവും സ്വതന്ത്ര മനസ്സോടെ തൻ്റെ ജീവിതത്തെ പ്രതിഫലിപ്പിച്ച് അവരന് വെളിച്ചം പകരുമ്പോൾ ഒരുവൻ സ്വയം വലുതാകുന്നു, ഒപ്പം സഹോദരനും വലിയവനാകുന്നു. അങ്ങനെ ചെറുതാകലിൽ നാം അറിയാതെ ഒരു വലുതാകൽ നമ്മിലും അവനിലും നടക്കുന്നുണ്ട്. ഈശോയെ, സ്നാപക യോഹന്നാനെ പോലെ സ്വയം ചെറുതാകുമ്പോൾ അങ്ങ് തന്നെ ഉയർത്തുമെന്നുള്ള വലിയൊരു ബോധ്യം ഞങ്ങൾക്ക് നൽകണമേ. അങ്ങയുടെ മക്കൾക്ക് വേണ്ടി ഞങ്ങൾ സ്വയം വഴിമാറുമ്പോൾ ഞങ്ങളും സ്വർഗരാജ്യത്തിൽ വലിയവരായി തീരുകയാണ് എന്നുള്ള ആ വലിയ അനുഭവം ഞങ്ങൾക്ക് നൽകണമേ. വാക്കിലും പ്രവൃത്തിയിലും ചിന്തയിലും സത്യസന്ധത പുലർത്തിക്കൊണ്ട് സ്വാതന്ത്ര്യത്തോടെ ഞങ്ങളുടെ ജീവിതത്തിൽ അപരന് വെളിച്ചം പകരുമ്പോൾ ഞങ്ങൾ സ്വയം വലുതാവുക തന്നെയാണ് എന്ന ആ ഉൾക്കാഴ്ച ഞങ്ങൾക്ക് നൽകണമേ. കാഴ്ച ലഭിക്കാൻ കണ്ണിലെഴുതാനുള്ള അഞ്ജനം നീ എന്നോട് വാങ്ങുക എന്ന തിരുവചനം ഓരോ മനുഷ്യരിലും വളരെ അർത്ഥസമ്പുഷ്ടമാണ്. കാരണം ഒരുവനെ ആയിരിക്കുന്ന കഴിവുകളോടും സാധ്യതകളോടും വലിപ്പത്തോടും കൂടി കാണണമെങ്കിൽ നമ്മുടെ കാഴ്ച വ്യക്തമായിരിക്കണം. ഇതിന് കണ്ണിനെ ശുദ്ധീകരിക്കുന്ന അഞ്ജനം പുരട്ടണം. ദൈവം നമുക്ക് തരുന്ന ആത്മജ്ഞാനത്തിൻ്റെ അഞ്ജനം പ്രാർത്ഥന വഴി ചോദിച്ചു വാങ്ങണം. എങ്കിലും അവനെ തെളിമയാർന്ന കണ്ണുകളോടെ കാണാൻ കഴിയും. ഈശോ ഭൂമിയോളം ചെറുതായി ക്ഷമിക്കുന്ന സ്നേഹത്തിൻ്റെ മാതൃക നൽകി അപരനെ വലിയവനായി കാണാൻ പഠിപ്പിച്ചു. വിനീത ഹൃദയന് മാത്രമേ മറ്റുള്ളവരെ വലിയവരായി കണ്ട് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്നേഹിക്കുവാനും ക്ഷമിക്കുവാനും സാധിക്കുകയുള്ളൂ. വിനയത്തിനും ദൈവഭക്തിക്കുമുള്ള പ്രതിഫലം സമ്പത്തും ജീവനും ബഹുമതിയുമാണ് എന്ന് നാം വചനത്തിൽ വായിക്കുന്നുണ്ട്. നാം ആരും വലിയവരല്ല. മറ്റുള്ളവരെ ആശ്രയിക്കാതെ ഒരു ദിവസം പോലും ജീവിക്കാൻ സാധിക്കില്ല. കാരണം നാം ഉപയോഗിക്കുന്ന ഭക്ഷ്യവസ്ത്ര ഭൗതിക സാധന സാഹചര്യങ്ങൾ അപരനിലൂടെ അവൻ്റെ പ്രയത്ന ഫലമായി ലഭിക്കുന്നവയാണ്. അതുകൊണ്ട് അപരനെ മറന്നുള്ള മുന്നേറ്റം ദൈവത്തെ മറന്ന് അറപ്പുര കെട്ടിയൊരുക്കിയ മൂഢനായ മനുഷ്യൻ്റെ കർമ്മങ്ങൾക്ക് തുല്യമായി തീരും. ഇങ്ങനെ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളു തുറന്ന് ചിന്തിക്കണമെങ്കിൽ എന്നിലെ ദൈവം വളർന്ന് ഞാൻ ഇല്ലായ്മപ്പെടണം. ഇതൊരു വ്യക്തിയുടെ ആധ്യാത്മിക ജീവിത വീക്ഷണത്തിനും സാമൂഹിക ബന്ധങ്ങളിലും ശാരീരികമായി വ്യായാമം ചെയ്യുന്നതിനും ആവശ്യമുള്ള മനോഭാവമാണ്. സഹനങ്ങളെ സ്നേഹപൂർവ്വം സ്വീകരിച്ച് സഹോദരനെ മാനിക്കുമ്പോൾ ചെറുതാകലിൻ്റെ അനുഭവം നമ്മെ കീറി മുറിക്കുന്നത് പോലെ തോന്നിയേക്കാം. എന്നാൽ ആ കീറി മുറിച്ച ചാലിലൂടെ സ്നേഹത്തിൻ്റെ കരുണയുടെ നീർച്ചാൽ ഒഴുകുമ്പോൾ ഇരുവശങ്ങളിലും നിൽക്കുന്നവർ ഫലം തരും. വിശുദ്ധരുടെ ജീവിതം വിളിച്ചോതുന്നതും ഈ യാഥാർത്ഥ്യമാണ്. ഗോതമ്പ് മണി നിലത്ത് വീണഴിഞ്ഞാൽ ധാരാളം ഫലം പുറപ്പെടുവിക്കും, അഴിഞ്ഞില്ലെങ്കിൽ അതേപടിയേരിക്കും. ദേഹങ്ങൾ മൺമറിഞ്ഞാലും നന്മകൾ ഇന്നും പ്രതിഫലിപ്പിച്ച് ഫലം നൽകി അപരനെ അനുഗ്രഹിച്ച് നിലകൊള്ളുന്ന ജീവിതങ്ങൾ. അതെ, അപരൻ വളരാൻ ഞാൻ വളമാകണം. അപ്പോൾ ദൃശ്യമായിട്ട് ഞാൻ ചെറുതാകുന്നെങ്കിലും അദൃശ്യമായിട്ട് ഞാനും എൻ്റെ സഹോദരനും വളരുന്നു. ഇത് തലമുറകൾക്ക് അനുഗ്രഹവും അഭിമാനവും പ്രചോദനവും ഉറപ്പുമാകുന്നു. ഇങ്ങനെ ചെറുതാകുമ്പോൾ എൻ്റെ ഭാരം കുറയുന്നു. തുച്ഛമായ ഊർജത്തിൽ ജീവിച്ച് ബാക്കിയുള്ള ഊർജം കൊണ്ട് സഹോദരൻ വളരുന്നു. ഇന്നിൻ്റെ പ്രവണതകളിലേക്ക് കണ്ണോടിച്ചാൽ സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി സ്വയം ബലിയാകുന്നവരുടെ എണ്ണം തുലവും കുറവാണ്. ഇന്ന് മനുഷ്യൻ സ്വന്തം ഉന്നമനത്തിനും പേരിനും പ്രശസ്തിക്കും വേണ്ടി അധ്വാനിച്ച് പടവെട്ടി ധാർമ്മിക മൂല്യങ്ങളെ തച്ചുടച്ച് വ്യക്തിത്വത്തെ കരുതേച്ച് സാമൂഹിക തിന്മകൾ ഇരട്ടിയാക്കി ജീവിതവിശുദ്ധി കൈമോശം വന്ന് തൻ്റെ മഹത്വം നഷ്ടപ്പെടുത്തിയിരിക്കുന്നു. അതിനാൽ ഇന്നത്തെ തലമുറ പുഴുക്കുത്ത് ബാധിച്ച വിത്തുകളായി മാറിയിരിക്കുന്നു. സഹോദരനെ വളർത്തേണ്ടവർ കഠാരിയുമായി കഴുത്തറുക്കുന്ന വേദനാജനകമായ സംഭവങ്ങൾ ഇന്ന് പുതുമയല്ലാതിരിക്കുകയാണ്. ഇതിൽ നിന്നും ഒട്ടും വിഭിന്നമല്ലല്ലോ നമ്മുടെ ജീവിതം. സഹോദരൻ്റെ ജീവനോ ജീവിതത്തിനോ യാതൊരു വിലയും കൊടുക്കാതെ തമ്മിലടിച്ച് സ്വയം തിന്മയുടെ അഗാധങ്ങളിലേക്ക് താഴ്ന്നുപോയി ഇല്ലായ്മയിൽ പെട്ടുപോകുന്നു.
ഓർമ്മയെ സൂക്ഷിക്കാൻ പോലും ആർക്കും പറ്റാത്ത ശോചനീയമായ അവസ്ഥാവിശേഷങ്ങൾ. അതുകൊണ്ട് ഞാൻ ചെറുതാകാനും അപരൻ വലുതാകാൻ തുടങ്ങണം. സമൂഹത്തിൻ്റെ ചെറിയ പതിപ്പായ കുടുംബ ബന്ധങ്ങളിൽ ഇത് അനിവാര്യമാണ്. അവൻ വളരുകയും ഞാൻ കുറയുകയും വേണം എന്ന തിരുവചനം വെച്ചു നീട്ടുന്ന ചിന്തകളെ മനസ്സെ ധ്യാനിച്ച് ഗോതമ്പ് മണി പോലെ അഴിഞ്ഞ് ഇല്ലാതായി നമുക്ക് 100 മേനിയും 60 മേനിയും 30 മേനിയും ഫലം പുറപ്പെടുവിക്കാം. ഈശോയെ, അങ്ങയുടെ കുരിശു യാത്രയോടുകൂടെ ഞങ്ങളും അങ്ങേ അനുഗമിക്കുകയാണ്. അതികഠിനമായ ചമട്ടടിയേറ്റ് രക്തത്തിൽ ഒട്ടിപ്പിടിച്ച വസ്ത്രങ്ങളും തനിയെ മുൾമുടിയും ധരിച്ച് ക്ഷീണത്താൽ വിറയ്ക്കുന്ന കൈകാലുകളോടെ നിസ്സഹായനായി നിന്ന അവിടുത്തെ പീലാത്തോസ് മരണശിക്ഷയ്ക്ക് വിധിച്ചു. അതിനുശേഷം ക്രൂശിക്കാനായി യഹൂദന്മാർക്ക് വിട്ടുകൊടുത്തു. ഈശോയുടെ ചുറ്റും നിന്ന ദുഷ്ടന്മാർ അവിടുത്തെ കൈകളുടെ കെട്ടുകൾ അഴിച്ച് പരിഹസിക്കുവാൻ വേണ്ടി ധരിച്ചിരുന്ന ചെങ്കുപ്പായ വലിച്ചൂരി. അപ്പോൾ മുറിവുകളെല്ലാം വീണ്ടും തുറക്കപ്പെട്ടു. വിറയ്ക്കുന്ന കൈകൾ കൊണ്ട് തൻ്റെ വസ്ത്രം അവൻ ധരിച്ചു. ഈശോയുടെ അമ്മ നെയ്തെടുത്ത തുന്നലില്ലാത്ത കുപ്പായം മുൾമുടി ധരിച്ച ശിരസിലൂടെ കടക്കുകയില്ലെന്ന് കണ്ട് ക്രൂരമായി അവർ മുൾമുടി വലിച്ചൂരിയെടുത്തു. അതിനുശേഷം അവൻ്റെ അരയ്ക്ക് ചുറ്റും കൂർത്തു മുനിയുള്ള ഒരു ഇരുമ്പ് വളയം ചുറ്റി വലിച്ചു പോകാനുള്ള കയറുകൾ അതിൽ കെട്ടി. മൃഗീയമായ രീതിയിലാണ് അവർ ഇതെല്ലാം ചെയ്തത്. രാജാക്കന്മാരുടെ രാജാവായ ഈശോനാഥൻ്റെ കുരിശുയാത്ര ആരംഭിക്കുകയാണ്. ഭൂമിയിൽ ഏറ്റവും അപമാനകരവും സ്വർഗത്തിൽ മഹനീയവുമായ യാത്ര. ചമട്ടിയടിയേറ്റ മുറിവുകൾ നീരിവെച്ച് രക്തവും വെള്ളവും ഒലിച്ച് വേദനിക്കുന്ന നഗ്നപാദങ്ങളോടെ മുൾക്കിരീടം ശിരസിലേന്തി ഭാര്യമരിയ കുരിശും വഹിച്ചുകൊണ്ട് പാപികളായ മനുഷ്യർക്ക് വേണ്ടി ജീവൻ ബലി കഴിക്കുവാൻ കാൽവരി ലക്ഷ്യമാക്കി നടന്നു നീങ്ങുന്ന ദിവ്യരക്ഷകനെ നമുക്ക് അനുഗമിക്കാം. ശരീരമാകെ മുറിവുകളാൽ മൂടപ്പെട്ട് തലയും താടിയും രക്തത്തിൽ കുതിർന്നുണങ്ങി മുഖം വികൃതമാക്കപ്പെട്ട് ഇളകുന്ന കുരിശും ചങ്ങലയും മുറിവുകൾ ഒട്ടിക്കിടന്ന വസ്ത്രങ്ങൾ ഒരിഞ്ഞ് ദുസ്സഹമായ വേദന അനുഭവിച്ച് പാതയോരങ്ങളിൽ നിന്നവരുടെയും യാത്രയിൽ കൂടിയവരുടെയും പരിഹാസം കേട്ട് നീങ്ങിക്കൊണ്ടിരുന്നപ്പോൾ പോലും തന്നെ ദ്രോഹിച്ചവർക്ക് വേണ്ടി അവിടുന്ന് പിതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അവിടുത്തെ മുഖത്ത് സ്നേഹത്തിൻ്റെയും വിധേയത്വത്തിൻ്റെയും ഭാവങ്ങൾ മാത്രം നിഴലിച്ചിരുന്നു. മർദ്ദനവും ഭക്ഷണം പോലും ലഭിക്കാതെയുള്ള മറ്റു പീഡനങ്ങളും മൂലം ശക്തി ക്ഷയിച്ച ഈശോ ഗാഗുൽത്തായിലേക്കുള്ള വഴിയിലെ ഒരു കല്ലിൽ തട്ടി നിലം പതിക്കുകയാണ്. ക്രൂരമായ പടയാളികൾ വീണുകിടന്ന ഈശോയെ മർദ്ദിക്കുന്നു. ബന്ധുക്കളുടെയും സ്നേഹിതരുടെയും പരിചയക്കാരുടെയും മുമ്പിൽ അപമാനിതനായി ഒറ്റപ്പെട്ടവനായി കഠിനവേദന അനുഭവിച്ചു നിന്ന അങ്ങയുടെ ഈ അവസ്ഥയ്ക്ക് കാരണം ഞങ്ങൾ തന്നെയാണല്ലോ കർത്താവേ. ഞങ്ങൾ ചെയ്യുന്ന ഓരോ പാപവും അങ്ങയെ മുറിവേൽപ്പിക്കുകയാണല്ലോ ചെയ്യുന്നത്. കുരിശുയാത്ര മുന്നോട്ട് നീങ്ങുന്നു. ഇടയ്ക്ക് സങ്കടകരമായ ഒരു കുടിക്കാഴ്ച. അവിടുത്തെ മാതാവ് യോഹന്നാനോടും മറ്റ് 10 സ്ത്രീകളോടുമൊപ്പം ഈശോയെ ഒരു നോക്ക് കാണുവാൻ വരുന്നു. കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി നമ്മുടെ കർത്താവിൻ്റെ അമ്മ തൻ്റെ പൊന്നോമന പുത്രൻ വരുന്ന വഴിയിൽ കാത്തുനിന്നു.
ജനക്കൂട്ടം അട്ടഹസിക്കുന്നതും പരിഹസിക്കുന്നതും അവൾ കേട്ടു. 3 കുറ്റവാളികൾ ക്രൂശിക്കപ്പെടുവാൻ പോകുന്നു എന്ന വാർത്ത ആ കാൽവരി യാത്രയുടെ മുമ്പിൽ നടന്നിരുന്ന ആൾ ഉച്ചത്തിൽ വിളിച്ചു പറയുന്നു. വേദനിപ്പിക്കുന്ന ആ ശബ്ദം നിമിഷം തോറും കൂടുതൽ വ്യക്തമായി മുഴങ്ങി. വഴിയോരത്ത് വികാരം നിയന്ത്രിക്കാനാവാതെ കാത്തുനിന്ന അമ്മ സ്വർഗീയ സഹായം അപേക്ഷിച്ചു. അപ്പോൾ അതാ തൻ്റെ പ്രിയപുത്രൻ കുരിശിൻ്റെ ഭാരം കൊണ്ട് അമർന്ന് മുൾമുടി ധരിച്ചിരുന്ന ശിരസ് വേദനയുടെ ആധിക്യത്താൽ ചുമരിലേക്ക് ചരിച്ചു പിടിച്ച് സഹനത്തിൻ്റെ ആ പാതയിലൂടെ നടന്നു വരുന്നു. അനുകമ്പയോട് ദുഃഖത്തോടും കൂടി തൻ്റെ അമ്മയെ ഒന്ന് നോക്കി. ആ ദൃശ്യം ആ അമ്മയെ നടുക്കി. അവളെല്ലാം മറന്ന് തൻ്റെ ഓമന മകനിൽ മാത്രം ദൃഷ്ടി ഉറപ്പിച്ചു. അവിടുത്തെ അടുത്തേക്ക് കടന്നു ചെന്നു. മകനെ, അമ്മേ. വേദനയിൽ അലിഞ്ഞ ശബ്ദം. അതവിടെ ഒന്നായി. നൊമ്പരത്തിൻ്റെ മാത്രം ലോകം. പല മുഖങ്ങളിലും ആശങ്ക പരന്നതുപോലെ തോന്നി. പടയാളികൾ ചോദിച്ചു, സ്ത്രീയെ, നിനക്കിവിടെ എന്തു കാര്യം? മകനെ നല്ല രീതിയിൽ വളർത്തിയിരുന്നുവെങ്കിൽ ഞങ്ങളുടെ കയ്യിൽ ഇവൻ അകപ്പെടുമായിരുന്നില്ലല്ലോ. മാതാവേ, ഈ പരിഹാസം അവിടുന്ന് എങ്ങനെ സഹിച്ചു? ഒരു തെറ്റും ചെയ്യാത്ത തൻ്റെ പൊന്നോമന പുത്രനെ ഇത്ര ക്രൂരമായി പീഡിപ്പിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്ന രംഗം ഏതമ്മയ്ക്കാണ് സഹിക്കുവാൻ കഴിയുക? കുരിശും ചുമന്നുകൊണ്ടുള്ള ഈശോയുടെ കാൽവരി യാത്ര തുറസ്സായ ഒരു സ്ഥലത്തെത്തി. കുരിശിൻ്റെ ഭാരം വഹിച്ചുകൊണ്ട് മുന്നോട്ടുള്ള യാത്രയിൽ ഈശോ ഉയർന്നു നിന്ന വലിയൊരു കല്ലിത്തട്ടി വീണ്ടും നിലം പതിച്ചു. പരിസേയർ പട്ടാളക്കാരോട് പറഞ്ഞു, കുരിശ് ചുമക്കുന്നതിന് ആരെയെങ്കിലും നിങ്ങൾ കണ്ടെത്തണം. അല്ലാത്ത പക്ഷം അവൻ ജീവനോടെ ഗാഗുൽത്ത എന്ന സ്ഥലത്തെത്തുകയില്ല. തലേ രാത്രി 9 മണിക്ക് ബന്ധിതനാക്കപ്പെട്ട ഈശോയ്ക്കെതിരെ കള്ളസാക്ഷികളിൽ നിന്നും തെളിവുകൾ ശേഖരിക്കുന്നതിനായി നീതിരഹിതരായ ഭരണാധിപന്മാർ അപഹാസ്യമായ വിചാരണ നടത്തി. ചമ്മട്ടിയടിയും മറ്റു മർദ്ദനങ്ങളും മൂലം ശരീരമാസകലം മുറിവുകളിൽ ചെന്നീരും രക്തവും ഒലിച്ച് പൊടിപടലങ്ങളാൽ മലിനമായി ദയനീയമായ സ്ഥിതിയിൽ ഈശോ അവിടെ തന്നെ കിടന്നു. തത്സമയം അതിലെ വന്ന കെവറിയൻകാരൻ ഷിമിയോൻ പട്ടാളക്കാരുടെ നിർബന്ധത്തിന് വഴങ്ങി ഈശോയെ സഹായിച്ചു. ഒരു കുറ്റവാളിയുടെ കുരിശ് ചുമക്കുവാൻ ഇടയായതിൽ അസ്വസ്ഥനായ ഷിമിയോനെ ഈശോ ശാന്തമായി ഒന്ന് കടാക്ഷിച്ചു. ആ സ്വർഗീയ നോട്ടം അവനെ സ്പർശിച്ചു. അവൻ സന്തോഷത്തോടെ ഈശോയുടെ കുരിശ് ചുമന്നു. കരുണാനിധിയായ കർത്താവേ, പ്രയാസങ്ങളിലും പ്രതിസന്ധികളിലും ഞാൻ തളരുമ്പോൾ അവിടുത്തെ ഒരു നോട്ടം മതി എന്നെ ശക്തിപ്പെടുത്തുവാൻ. മറ്റുള്ളവരിൽ അങ്ങേ കണ്ടുകൊണ്ട് സഹനങ്ങളിൽ അവരെ ആശ്വസിപ്പിക്കുവാനുള്ള മനോഭാവം എനിക്ക് തരണമേ. ഷിമിയോന്റെ സഹായത്താൽ കുരിശുയാത്ര മുന്നോട്ടു പോകുന്നു. അപ്പോൾ അതാ ഭക്തിയായ വേറോനിക്ക ജനക്കൂട്ടത്തിൻ്റെ ഇടയിലൂടെ വന്ന് പട്ടാളക്കാരുടെ മധ്യത്തിലൂടെ ഈശോയെ സമീപിച്ചു. ഭക്തിപൂർവ്വം അവൾ തൻ്റെ തൂവാലയെടുത്തു. രക്തം പുരണ്ട മുഖം വിനയപൂർവ്വം തുടച്ചു. വീട്ടിലെത്തിയ അവൾ ദുഃഖപരവേശയായി പ്രാർത്ഥനാപൂർവം ആ തൂവാല നിവർത്തിയപ്പോൾ അത്ഭുതമെന്ന് പറയട്ടെ, കർത്താവിൻ്റെ മുഖം വ്യക്തമായി അതിൽ പതിഞ്ഞിരിക്കുന്നു. ഓ ദിവ്യനാഥ, നിന്റെ രക്തം പുരണ്ട മുഖം എൻ്റെ ഹൃദയത്തിലും പതിക്കണമേ. വിറയ്ക്കുന്ന കാലുകളോടെ കഠിനമായ വേദന സഹിച്ച് കുരിശുമായി മുന്നോട്ട് നീങ്ങുന്നതിനിടയിൽ ഈശോ കാലിടറി ഇതാ വീണ്ടും നിലത്ത് വീണു. പടയാളികൾ അവിടുത്തെ ചാട്ടുവാറുകൊണ്ടടിക്കുന്നു. അവിടുത്തെ വലിച്ചെഴുന്നേൽപ്പിച്ച് വീണ്ടും നടത്തുന്നു. കുരിശ് യാത്ര ജെറുസലേം പട്ടണ മതിലിൻ്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തുള്ള കവാടത്തിന് അടുത്തെത്തിയപ്പോൾ വലിയ ഒരു സ്ത്രീ സമൂഹം കരയുകയും മുറവിളി കൂട്ടുകയും ചെയ്തുകൊണ്ട് ഈശോയുടെ അടുത്തേക്ക് വരുന്നു. ഓശാന ദിവസത്തെ ഘോഷയാത്രയിൽ പങ്കെടുത്ത അവർക്ക് ഈശോയുടെ ഈ പീഡനയാത്ര കണ്ടിട്ട് സഹിക്കുവാൻ സാധിച്ചില്ല. എന്നാൽ അവിടുന്ന് അവരോട് പറഞ്ഞു, ജെറുസലേം പുത്രിമാരെ, എന്നെ പ്രതി നിങ്ങൾ കരയേണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും പ്രതി കരയുവിൻ. അവിടുന്ന് സ്വയം മറന്ന് അവരെ ആശ്വസിപ്പിക്കുന്നു. രക്തമെല്ലാം തീരാറായി, ശരീരം വിറയ്ക്കുന്നു, തല കറങ്ങുന്നു. അതാ ഈശോ ഒരു കല്ലിൽ തട്ടി നിലം പതിക്കുന്നു. മനുഷ്യവർഗത്തിൻ്റെ പാപങ്ങൾ നിമിത്തമാണല്ലോ അവിടുന്ന് വീണ്ടും വീണത്. കർത്താവേ, ഞങ്ങളുടെ ഓരോ പാപവും നിമിത്തം അങ്ങയെ ഞങ്ങൾ വീണ്ടും വീഴിക്കുകയാണ്, മുറിവേൽപ്പിക്കുകയാണ്, വേദനിപ്പിക്കുകയാണ്. കരുണാമയനായ കർത്താവേ, പ്രലോഭനങ്ങളിൽ നിന്നും പാപസാഹചര്യങ്ങളിൽ നിന്നും അകന്ന് അങ്ങേ തിരുമുഖം ദർശിച്ച് ജീവിക്കുവാനുള്ള കൃപാവരം ഞങ്ങൾക്ക് നൽകണമേ. നാഥ, ഞങ്ങൾ ഏതവസ്ഥയിലായിരുന്നാലും
അവിടുത്തെ കൃപാകടാക്ഷം ഞങ്ങളുടെ മേൽ പതിപ്പിക്കണമേ. ആരാലും എഴുതപ്പെടാത്ത, വാക്കുകളിൽ വർണ്ണിക്കാനാവാത്ത അങ്ങയുടെ ഏറ്റവും വലിയ സഹനം എന്തായിരുന്നുവെന്ന് വിശുദ്ധ ബെർണാഡ് ഒരിക്കൽ ചോദിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞുവല്ലോ, കുരിശ് വഹിച്ചുകൊണ്ട് പോയ ആ വേദനയുടെ വഴി എൻ്റെ തോളിലുണ്ടായ വളരെ ഗുരുതരമായ മുറിവ് ഏറ്റവും വലിയ വേദന ഉളവാക്കിയിരുന്നു എന്ന്. ഈശോയെ, അങ്ങയുടെ തിരുത്തോളിലെ തിരുമുറിവിനെ ഞങ്ങൾ വണങ്ങുന്നു. ഈശോയെ, ഞങ്ങളുടെ എല്ലാ തകർച്ചകളെയും പ്രതിസന്ധികളെയും അങ്ങേക്ക് സമർപ്പിക്കുകയാണ്. അങ്ങയുടെ തിരുവചനത്തിൻ്റെ അഭിഷേക ശക്തിയാൽ ഞങ്ങളുടെ എല്ലാ തകർച്ചകളെയും പ്രതിസന്ധികളെയും മാറ്റണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഏശയ്യ 48:10-11 ഞാൻ നിന്നെ ശുദ്ധീകരിച്ചു, എന്നാൽ വെള്ളി പോലെയല്ല. കഷ്ടതയുടെ ചൂളയിൽ ഞാൻ നിന്നെ ശോധന ചെയ്തു. എനിക്ക് വേണ്ടി, അതെ എനിക്ക് വേണ്ടി മാത്രമാണ് ഞാനിത് ചെയ്തത്. കർത്താവായ ഈശോയെ, ഈ തിരുവചനത്തിൻ്റെ അഭിഷേകത്താൽ അങ്ങയുടെ കരങ്ങൾ നീട്ടി ഞങ്ങളെ രക്ഷിക്കണമേ. ദാനിയേൽ 3:17 രാജാവേ, ഞങ്ങൾ സേവിക്കുന്ന ഞങ്ങളുടെ ദൈവം എരിയുന്ന തീച്ചൂളയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാൻ കഴിവുള്ളവനാണ്. അവിടുന്ന് ഞങ്ങളെ നിൻ്റെ കയ്യിൽ നിന്ന് മോചിപ്പിക്കും. കർത്താവായ ഈശോയെ, ഈ തിരുവചനത്തിൻ്റെ അഭിഷേകത്താൽ അങ്ങയുടെ കരങ്ങൾ നീട്ടി ഞങ്ങളെ രക്ഷിക്കണമേ. 1 പത്രോസ് 5:6 ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൻ കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവിൻ. അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും. നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവിൻ. അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. കർത്താവായ ഈശോയെ, ഈ തിരുവചനത്തിൻ്റെ അഭിഷേകത്താൽ അങ്ങയുടെ കരങ്ങൾ നീട്ടി ഞങ്ങളെ രക്ഷിക്കണമേ. നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുവിൻ. നാളെ നിങ്ങളുടെ ഇടയിൽ കർത്താവ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. ജോഷുവ 3:5 പുറപ്പാട് 14:14 കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊണ്ടും നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി. കർത്താവായ ഈശോയെ, ഈ തിരുവചനത്തിൻ്റെ അഭിഷേകത്താൽ അങ്ങയുടെ കരങ്ങൾ നീട്ടി ഞങ്ങളെ രക്ഷിക്കണമേ. സങ്കീർത്തനങ്ങൾ 50:15 അനർത്ഥകാലത്ത് എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിന്നെ മോചിപ്പിക്കും. നീ എന്നെ മഹത്വപ്പെടുത്തുകയും ചെയ്യും. സങ്കീർത്തനങ്ങൾ 55:22 നിന്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുക, അവിടുന്ന് നിന്നെ താങ്ങിക്കൊള്ളും. നീതിമാൻ കുലുങ്ങാൻ അവിടുന്ന് സമ്മതിക്കുകയില്ല. കർത്താവായ ഈശോയെ, ഈ തിരുവചനത്തിൻ്റെ അഭിഷേക ശക്തിയാൽ അങ്ങയുടെ കരങ്ങൾ നീട്ടി ഞങ്ങളെ രക്ഷിക്കണമേ. ജെറമിയ 33:3 എന്നെ വിളിക്കുക, ഞാൻ മറുപടി നൽകും. നിന്റെ ബുദ്ധിക്കതീതമായ മഹത്വം നിഗൂഢമായ കാര്യങ്ങൾ ഞാൻ നിനക്ക് വെളിപ്പെടുത്തും. കർത്താവായ ഈശോയെ, ഈ തിരുവചനത്തിൻ്റെ അഭിഷേക ശക്തിയാൽ അങ്ങയുടെ കരങ്ങൾ നീട്ടി ഞങ്ങളെ രക്ഷിക്കണമേ. റോമ 10:13 കർത്താവിനെ നാം വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരും രക്ഷ പ്രാപിക്കും. കർത്താവായ ഈശോയെ, ഈ തിരുവചനത്തിൻ്റെ അഭിഷേകത്താൽ അങ്ങയുടെ കരങ്ങൾ നീട്ടി ഞങ്ങളെ രക്ഷിക്കണമേ. സങ്കീർത്തനങ്ങൾ 10:14 അങ്ങ് കാണുന്നുണ്ട്. കഷ്ടപ്പാടുകളും ക്ലേശങ്ങളും അങ്ങ് തീർച്ചയായും കാണുന്നുണ്ട്. അങ്ങ് അവ ഏറ്റെടുക്കും. നിസ്സഹായം തന്നെ അങ്ങയ്ക്ക് സമർപ്പിക്കുന്നു. അനാഥന് അവിടുന്ന് സഹായകനാണല്ലോ. കർത്താവായ ഈശോയെ, ഈ തിരുവചനത്തിൻ്റെ അഭിഷേകത്താൽ അങ്ങയുടെ കരങ്ങൾ നീട്ടി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സങ്കീർത്തനങ്ങൾ 121:3 നിന്റെ കാൽ വെടുതാൻ അവിടുന്ന് സമ്മതിക്കുകയില്ല. നിന്നെ കാക്കുന്നവൻ ഉറക്കം തൂങ്ങുകയില്ല. സങ്കീർത്തനങ്ങൾ 34:6 ഈ എളിയവൻ നിലവിളിച്ചു, കർത്താവ് കേട്ടു. എല്ലാ കഷ്ടതകളിൽ നിന്ന് അവനെ രക്ഷിക്കുകയും ചെയ്തു. കർത്താവായ ഈശോയെ, ഈ തിരുവചനങ്ങളുടെ അഭിഷേകത്താൽ അങ്ങയുടെ കരങ്ങൾ നീട്ടി ഞങ്ങളെ രക്ഷിക്കണമേ.
സങ്കീർത്തനങ്ങൾ 9:15. അവൻ എന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ ഉത്തരമരുളും. അവൻ്റെ കഷ്ടതയെ ഞാൻ അവനോട് ചേർന്ന് നിൽക്കും. ഞാൻ അവനെ മോചിപ്പിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യും. സങ്കീർത്തനങ്ങൾ 118:5. ദുരിതങ്ങളിൽ അകപ്പെട്ടപ്പോൾ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു. എൻ്റെ പ്രാർത്ഥന കേട്ട് അവിടുന്ന് എന്നെ മോചിപ്പിച്ചു. കർത്താവായ ഈശോയെ, ഈ തിരുവചനങ്ങളുടെ അഭിഷേകത്താൽ അങ്ങയുടെ കരം നീട്ടി ഞങ്ങളെ രക്ഷിക്കണമേ. പ്രഭാഷകൻ 2:11. കർത്താവ് ആർദ്രഹൃദയനും കരുണാമയനുമാണ്. അവിടുന്ന് പാപങ്ങൾ ക്ഷമിക്കുകയും കഷ്ടതയുടെ ദിനത്തിൽ രക്ഷയ്ക്കെത്തുകയും ചെയ്യുന്നു. കർത്താവായ ഈശോയെ, ഈ തിരുവചനങ്ങളുടെ അഭിഷേകത്താൽ അങ്ങയുടെ കരങ്ങൾ നീട്ടി ഞങ്ങളെ രക്ഷിക്കണമേ. ഓ പരമകാരുണ്യവാനായ നല്ല ദൈവമേ, ഏറ്റവും നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ തിരുസന്നിധിയിൽ ഞങ്ങളായിരിക്കുന്നു. ഈ നിമിഷങ്ങളിൽ അങ്ങയുടെ കൂടെയായിരിക്കുവാനായി ഞങ്ങളെ അനുഗ്രഹിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഈശോനാഥ, അങ്ങ് ഞങ്ങൾക്ക് നൽകിയ ഈ മഹനീയ നിമിഷങ്ങളിൽ അങ്ങിൽ നിന്നും അനുഗ്രഹങ്ങൾ സ്വീകരിക്കുവാനായിട്ട് ഞങ്ങളെ അങ്ങ് ഒരുക്കിയതിനെ ഓർത്ത് ഈശോയെ നന്ദി പറയുന്നു. ഈ 1 മണിക്കൂർ കാലം അവിടുന്ന് നൽകിയ എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് അവിടുത്തെ ആശീർവാദത്തിനായി നമുക്കൊരുങ്ങാം.
ക്രൂശിൽ